ദൈവത്തിന് സ്തോത്രം. ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുമ്പിൽ പതറാതെ, ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുന്നിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങളാ നമ്മെ മൂടി മറച്ചില്ലേ. കൺമണി പോൽ കാക്കും കരങ്ങളാ നമ്മെ മൂടി മറച്ചില്ലേ. ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് ചുറ്റി നടക്കുന്ന പിശാചിന്റെ വായിൽ അകപ്പെടാതെ നമ്മെ സൂക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ കഥാപാത്ര പഠനത്തിലേക്ക് സ്വാഗതം. ഇയ്യോബിന്റെ 1-ാം അധ്യായം 29, 30, 31 എന്നീ അധ്യായങ്ങളിൽ ഇയ്യോബ് എന്ന നന്മ നിറഞ്ഞ മനുഷ്യനെ ദൈവം ചുറ്റി പരിപാലിക്കുന്നതും അനുഗ്രഹിച്ചിരിക്കുന്നതും നാം കണ്ടു. തന്നെ ഉന്നം വെച്ച് നടന്ന സാത്താനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാം അധ്യായം 10-ാം വാക്യം. സാത്താൻ യഹോവയോട്, നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? കുടുംബവും മൃഗസമ്പത്തും ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നതിന് ഒരു കാരണം സാത്താൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവന് നല്ല വിവരമുണ്ട് കേട്ടോ, ചുറ്റും വേലിയാണെന്ന്. വേലിയുടെ പ്രാധാന്യം അറിയണമെങ്കിൽ നമ്മൾ കൃഷിയെപ്പറ്റി ഒന്ന് നോക്കണം. ഒരു തൈ, അത് തെങ്ങാവട്ടെ തേക്കാവട്ടെ, നമ്മൾ മണ്ണൊരുക്കി അത് നടും. നല്ല തടമൊക്കെ എടുത്ത് നല്ല സൂര്യപ്രകാശം കിട്ടത്തക്ക പോലെ നട്ടിട്ട് വെള്ളവും വളവും നൽകും. പിന്നെയോ ഒരു വേലി കെട്ടും. എന്തിനാ? കോഴി കീച്ചി കളയരുത്, ആടും പശുവും കടിക്കരുത്. പശു ഒന്ന് കടിച്ചാൽ മൂടോടെ അതങ്ങ് പിഴുതുപോകും. ഇങ്ങനെ അത് വളർന്നു വന്നാൽ തേങ്ങ കിട്ടും. കുറെ വർഷം കഴിഞ്ഞാൽ ഒരാനയെ വേണമെങ്കിൽ അതിൽ കെട്ടാം. ഇനി മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഞങ്ങളുടെ നാട്ടിൽ കാട്ടുപന്നി ഇറങ്ങി വാഴ, ചേമ്പ്, കപ്പ ഇങ്ങനെ സകല കൃഷി നശിപ്പിക്കും. പറമ്പിന് ചുറ്റും ഞങ്ങൾ വേലി കെട്ടും. അത് ടിൻഷീറ്റ്, പലക, കമ്പിവേലി എന്ന് വേണ്ട 4 പാടും കെട്ടിമറിക്കും. എന്നിട്ട് എന്റെ പിതാവും ജോലിക്കാരും സമാധാനമായി ഉറങ്ങി നേരം വെളുത്ത് പാടത്ത് പോയി നോക്കുമ്പോൾ എന്താ കാണുന്നതെന്നോ? ഇടയ്ക്കൊരു പഴുതുണ്ടാക്കി വേലി പൊളിച്ച് പന്നിക്കൂട്ടം നന്നായി ഒന്ന് പെരുമാറിക്കാണും. വേലിക്കിടയിലൂടെ നുഴഞ്ഞു കയറാൻ അവ ചുറ്റി നടന്നു നോക്കും. അപ്പോ ഒരു ശകലം ഇട കാണും. അതിനിടയിലൂടെ ഒന്ന് ഇറങ്ങും. പിന്നെ എല്ലാം കൂടി അതിനുള്ളിൽ കടക്കും. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നോ? ആ ഭാഗം ബന്ദവസാക്കും. ഇങ്ങനെ വേലി സ്ട്രോങ് ആണെന്ന് ഉറപ്പാക്കേണ്ടത് ഉടമസ്ഥന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, വേലി കണ്ടുപിടിച്ചതും അതിനെപ്പറ്റി വിശദീകരിക്കുന്നതും ആരാ? സാത്താൻ. പുള്ളി പലവട്ടം ചുറ്റിക്കറങ്ങി മുട്ടി വശായി. അപ്പോഴാ വേലി ഭയങ്കര ബലവത്താണ്, ഒരു രക്ഷയുമില്ലെന്ന് മനസ്സിലായത്. മാറി നിന്ന് ബൈനോക്കുലർ വെച്ച് നോക്കി. നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു എന്ന് കണ്ടു. കോഴിയെ കണ്ട് വെള്ളം വിഴുങ്ങുന്ന കുറുക്കനെ പോലെ പലവട്ടം ചാടി നോക്കി. പക്ഷെ സർവത്ര വേലി. 1 അവന്റെ ചുറ്റും, 2 അവന്റെ വീടിന് ചുറ്റും, 3 അവനുള്ള സകലത്തിനും ചുറ്റും. ബിലയാം ഇസ്രായേൽ ജനത്തെ ദൂരെ നിന്ന് കണ്ടതുപോലെ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഇത്രയും വേലി ബലവത്തായിട്ടുള്ളതാണ് ആ കുടുംബത്തിന്റെ ശക്തി, വിജയം. നീ വേലി കെട്ടി എന്നാണ് സാത്താൻ പറയുന്നത്. ശരിയാണ്, ദൈവം കെട്ടിയ വേലി ബലവത്തായി സൂക്ഷിക്കാൻ ഇയ്യോബിന് കടമയുണ്ടായിരുന്നു. 31-ന്റെ 1-ാം വാക്യം. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നതെങ്ങനെ? അപ്പോൾ പൗലോസ് പറയുന്നത് പോലെ വിജയം വരിക്കണമെങ്കിൽ ചില നിയന്ത്രണം, വർജനം ഒക്കെ നാം ചെയ്തേ പറ്റൂ. ഇയ്യോബ് 2:3. ദൈവം സാത്താനോട് അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചു കുട്ടികൾ കളിപ്പാട്ടം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് പോലെ ഭക്തി മുറുകെ പിടിക്കുന്ന ഇയ്യോബ്. ദൈവഭക്തി മുറുകെ പിടിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ ചില തത്വങ്ങൾ, നിയമങ്ങൾ ഒക്കെ അവർ സ്വയം പാലിച്ചു. 1:5 നാം വായിക്കുന്നത്, വിരുന്നുവട്ടം തികയുമ്പോൾ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്ന രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും.
ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. കുടുംബസ്ഥരായ മക്കൾക്ക് ഈ വിധം ആത്മീയ ശിക്ഷണം നൽകിയെങ്കിൽ അവരുടെ കുട്ടിക്കാലം ആ മാതാപിതാക്കൾ എത്ര സ്ട്രിക്റ്റായി അവരെ വളർത്തി. എല്ലായ്പ്പോഴും അത് അവരുടെ ജീവിതചര്യയായി മാറിയിരുന്നു. ഇങ്ങനെ ദൈവഭക്തി മുറുകെ പിടിക്കുന്നവരെ യഹോവ ചുറ്റി പരിപാലിക്കും. ദൈവം അവർക്ക് ചുറ്റും തീമതിലായിരിക്കും. സങ്കീർത്തനം 125:2. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ഇങ്ങനെ ദൈവം നൽകുന്ന വേലി ഒരു വശത്തുകൂടിയും സാത്താൻ പൊളിക്കാൻ പറ്റില്ല. ആ വാക്യം ശരിക്കൊന്ന് വായിച്ചു നോക്കിക്കേ. സാത്താൻ പലവട്ടം ആ വേലിക്ക് പുറത്തുകൂടി നടന്നു മുട്ടി. Have you not put a hedge around him and his house and all that he has on every side? On every side എന്നാണ് എഴുതിയിരിക്കുന്നത്. പുള്ളി എല്ലാ സൈഡിലും നോക്കി. ഇന്ന് നമ്മുടെ വേലിയെല്ലാം പൊളിഞ്ഞു കിടക്കുകയല്ലേ? മൊബൈൽ ഫോൺ കയ്യിലെടുത്താൽ എന്തെല്ലാമാണ് ഫ്രീ ആയി മുമ്പിലേക്ക് വരുന്നത്. ഉൽപ്പത്തി 4:7 പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീയോ അതിനെ കീഴടക്കണം. ഇന്ന് വാതിൽക്കലല്ല, നമ്മുടെ കയ്യിൽ തന്നെയാണ് പാപം. ദൈവം നമുക്ക് തന്റെ പുത്രനിലൂടെ രക്ഷാവസ്ത്രവും പരിശുദ്ധാത്മാവിനെ സഹായിയായും തന്നിട്ടുണ്ട്. പക്ഷേ രക്ഷാവസ്ത്രം മലിനമാകാതെ, പരിശുദ്ധാത്മാവിനെ കെടുക്കാതെ, ദുഃഖിപ്പിക്കാതെ ഒക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അറുക്കാനും മുടിക്കാനും നടക്കുന്നവർ കള്ളന്മാർ. ഇവർ അലസരല്ല കേട്ടോ. അവർ ഉറങ്ങാതെ സദാ ജാഗരൂകരായി എവിടെ ഒരു പഴുത് കിട്ടും എന്ന് നോക്കി നടക്കും. നെഹമ്യ 4:6. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. 4:9. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. ശത്രുവിൽ നിന്നുള്ള സംരക്ഷണത്തിന് പ്രാർത്ഥനയും പ്രവർത്തനവും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാം രാവും പകലും ഉണർന്ന് നിർമ്മതരായിരിക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്. നെഹമ്യാവ് 4:23. ഞാനോ എന്റെ സഹോദരന്മാരോ എന്റെ ബാല്യക്കാരോ എന്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തുകൂടെയും ആയുധം ധരിച്ചിരുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് ജാഗ്രതയോടെ പ്രവർത്തിച്ചു. അതുപോലെ കുടുംബത്തിലും കുടുംബനാഥൻ, ഭാര്യ, മക്കൾ എല്ലാവരും ഒരുപോലെ തങ്ങളുടെ ചുറ്റുമുള്ള വേലി സ്ട്രോങ് ആണെന്ന് ഉറപ്പാക്കിയാൽ ചുറ്റുമതിലും ഉറപ്പായിരിക്കും. വേലി വേർപാടിനെ വിശുദ്ധിയെയും കാണിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പഠനമെല്ലാം ഇന്ന് ഇന്റർനെറ്റ് വഴി ആയിക്കഴിഞ്ഞു. പലതും നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് പോയിരിക്കുകയാണ്. ശക്തമായ പ്രാർത്ഥന, വചനപഠനം, അന്യോന്യമുള്ള കൈത്താങ്ങൽ, പ്രോത്സാഹനം ഇവ അത്യന്താപേക്ഷിതമാണ്. ചിന്തിക്കാം, നമുക്കൊരു വേലി ഉണ്ടോ? സാത്താൻ നോക്കി നടക്കുകയാണ്. വേലിയിൽ എവിടെയെങ്കിലും വിള്ളൽ ഭവിച്ചിട്ടുണ്ടോ? അത് ഉറപ്പാണോ? ഒന്ന് പരിശോധിക്കാം. ഉണ്ടെങ്കിൽ അതൊന്ന് സ്ട്രോങ് ആക്കി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. അടുത്ത ദിവസം നാം വീണ്ടും കാണും വരെയും ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.